പ്രിയ വിദ്യാർത്ഥികളെ, സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ഭാഗമായ ചരിത്രവും പൗരധർമ്മവും അതിൽ ഒന്നാമത്തെ പാഠമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ പാഠം ആരംഭിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആധുനിക മഹാകവിത്രയങ്ങളിൽ ഒരാളായിട്ടുള്ള കുമാരനാശാൻ്റെ 4 വരി കവിതകളിലൂടെയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ മനോഹരമായ 4 വരികൾ എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഞാനും നിങ്ങളും എല്ലാം ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ്. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോകത്ത് നിരവധി സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ ഈ സമരങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പോരാട്ടങ്ങളിൽ ചിലത് തികച്ചും സമാധാനപരമായിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരമാണ് നടന്നത്. അതേ സമയത്ത് ചില സമരങ്ങൾ തികച്ചും സായുധ സമരങ്ങളാണ്. അക്രമാത്മകമായ ഒരുപാട് സമരങ്ങളും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒന്നാമത്തെ പാഠം പ്രധാനമായിട്ടും 5 വിപ്ലവങ്ങളെക്കുറിച്ച്, 5 സമരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ സമരങ്ങളുടെ കാരണത്തെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും നടന്നിട്ടുള്ള ഒട്ടനവധി സമരങ്ങളുടെയും വിപ്ലവങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് റിനൈസൻസ് അഥവാ നവോത്ഥാനമാണ്. നവോത്ഥാനം കഴിഞ്ഞ 9-ാം ക്ലാസ്സിൽ നവോത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് നവോത്ഥാനം? നവോത്ഥാനം അതെ 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്രീക്കോ റോമൻ സാഹിത്യത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിനുണ്ടായിട്ടുള്ള പുനർജന്മത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പുനർജന്മം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒന്ന് പുനർജനിക്കില്ല, മുന്നേ ഉള്ളത് ഒന്നാണ് പുനർജനിക്കുക. പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആരാണ്? പുനർജനിച്ച ഒരാളെന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരാളാണ്. ആരാണ്? അതെ, യേശുക്രിസ്തു. യേശുക്രിസ്തു നമുക്കറിയാം, പെസഹ വ്യാഴം, ലാസ്റ്റ് സപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളി, യേശുവിനെ കുരിശിലേറ്റുന്നു. ഈസ്റ്റർ, അപ്പം ദുഃഖവെള്ളിയിൽ കുരിശിലേറ്റിയ യേശു വെള്ളി, ശനി, ഞായറാഴ്ച രാവിലെ കല്ലറ തുറന്ന് പുനർജനിക്കുന്നു. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു പുനർജന്മമാണ്. 15-16 നൂറ്റാണ്ടുകളിൽ ഈ ഗ്രീക്ക് റോമൻ സാഹിത്യത്തിനും കലയ്ക്കും ശാസ്ത്രത്തിനുമുണ്ടായ പുനർജന്മത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. ഈ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം കൂടിയാണ് നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് മാനവികത എന്ന് പറയും. മാനവികത നമുക്കേറെ പരിചയമുള്ള ഒരു ആശയമാണ് മാനവികത. എന്താണ് മാനവികത? നവോത്ഥാനത്തിന് മുൻപ് നമുക്കറിയാം, മധ്യകാല യുഗമാണ്, ഇരുണ്ട കാലഘട്ടമാണ്. മധ്യകാലത്തിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ മതമാണ്. എന്നാൽ നവോത്ഥാനത്തോട് കൂടിയിട്ട് ഈ ദൈവം അല്ലെങ്കിൽ മതത്തിൻ്റെ സ്ഥാനത്ത് പച്ചയായ മനുഷ്യൻ കടന്നു വരുന്നു. മനുഷ്യൻ സാഹിത്യത്തിൻ്റെയും കലയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായി മാറുന്നു. അതിനാണ് മാനവികത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശാസ്ത്രബോധം. നവോത്ഥാനത്തിന് മുൻപ് വിശ്വാസങ്ങളുടെ കാലഘട്ടമാണ്. എന്നാൽ നവോത്ഥാനത്തോട് കൂടിയിട്ട് ശാസ്ത്രബോധം. ജനങ്ങൾ മുഴുവൻ ശാസ്ത്രീയമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ആ കാലഘട്ടത്തിൽ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രബോധം നവോത്ഥാനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ ടെക്സ്റ്റിൽ ആഡ് ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കുക. അന്വേഷണ തൃഷ്ണ അല്ലെങ്കിൽ അന്വേഷണ കൗതുകം എന്ന് പറയും.
മധ്യകാലം വിശ്വാസത്തിൻ്റെ കാലമാണ്. ചോദ്യങ്ങൾ ചോദിക്കാനോ ഗവൺമെൻറ്റിനെയോ അധികാരികളെയോ വിമർശിക്കാനോ ഉള്ള അവകാശം സ്വാതന്ത്ര്യമില്ല. എന്നാൽ നവോത്ഥാനത്തോടുകൂടി യൂറോപ്പിലുള്ള ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും സ്വന്തം അന്വേഷിച്ച് കണ്ടെത്താനും തുടങ്ങുന്നു. അതിനാണ് നമ്മൾ അന്വേഷണ തൃഷ്ണ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് യുക്തിചിന്ത എന്ന് പറയും. യുക്തിചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തെ അതിൻ്റെ കാരണം ഫലം ആ രീതിയിൽ നോക്കിക്കാണുക, പഠിക്കുക, കാര്യകാരണ സഹിതം സംഭവങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ യുക്തിചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നവോത്ഥാനത്തിൻ്റെ 4 പ്രത്യേകതകളാണ്. 1 മാനവികത, 2 ശാസ്ത്രബോധം, 3 അന്വേഷണ കൗതുകം, 4 യുക്തിചിന്ത. അപ്പോൾ ഈ നവോത്ഥാനം 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവോത്ഥാനം ഉണർത്തിവിട്ട ഒരുപാട് പുതിയ ആശയങ്ങൾ, ചിന്താഗതികൾ യൂറോപ്പിലെ ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നു. യൂറോപ്പിലെ ജനങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന പല വ്യവസ്ഥയെയും മതത്തെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങളുടെ തുടർച്ചയാണ്, പരമ്പരയാണ് നമുക്ക് 18-ാം നൂറ്റാണ്ടിൽ കാണാവുന്ന മറ്റൊരു ബുദ്ധിപരമായിട്ടുള്ള മാറ്റം, ദൈക്ഷണികമായിട്ടുള്ള വിപ്ലവം. അതിനാണ് നമ്മൾ ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യമാണ്, എന്താണ് ജ്ഞാനോദയം, എന്താണ് എൻലൈറ്റ്മെൻറ്റ്? ഓർമ്മിക്കുക, നവോത്ഥാനം ഗ്രീക്ക് റോമൻ സാഹിത്യങ്ങളുടെ പുനർജന്മമാണെങ്കിൽ ജ്ഞാനോദയം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള യഥാർത്ഥ ദൈക്ഷണികമായ വിപ്ലവത്തെയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. ഈ ജ്ഞാനോദയ കാലഘട്ടത്തിൽ നിരവധി ചിന്തകന്മാരും എഴുത്തുകാരന്മാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിരുന്നു. ശാസ്ത്ര മേഖലയിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ് ജ്ഞാനോദയത്തിന് കാരണമായി മാറിയത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ജ്ഞാനോദയം ഉണർത്തിവിട്ട 4 ആശയങ്ങൾ, 4 ചിന്താഗതികൾ നമ്മൾ ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. 1 സ്വാതന്ത്ര്യം, 2 ജനാധിപത്യം, 3 സമത്വം, 4 ദേശീയത. സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ പരിചയപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് ജനാധിപത്യമാണ്. ജനാധിപത്യം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് പരിചയമുള്ളതാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ്റെ ഡെഫിനിഷനാണ് എല്ലാവരുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോളം ലോകത്തുള്ള ഏറ്റവും നല്ല ഭരണ സംവിധാനത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വെർജീനിയ വൂൾഫ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ജനാധിപത്യം ഒരു ഭരണ സംവിധാനം മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാട് ഈ വെർജീനിയ വൂൾഫിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 3-ാമത്തെ കാര്യം സമത്വം, ഇക്വാളിറ്റി എന്ന് പറയും. സമത്വം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മളെല്ലാവരും തുല്യരാണ്, അതാണ് സമത്വം. ഇക്വാളിറ്റി എന്ന വാക്ക് രൂപപ്പെട്ടു വരുന്നത് ഗ്രീസിലാണ്. ഗ്രീസിലുള്ള ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിന് അവർ കൊടുത്ത നിർവചനം എന്ന് പറയുന്നത് ആർക്കും പ്രത്യേക പരിഗണന കൊടുക്കാതിരിക്കുക. സമത്വത്തിൻ്റെ യഥാർത്ഥ അന്തസത്തയാണ് ആർക്കും പ്രത്യേക പരിഗണന കൊടുക്കാതിരിക്കുക എന്ന കാര്യം. 4-ാമത്തെ കാര്യം ദേശീയതയാണ്. ദേശീയത എന്ന് പറയുന്നത് ദേശീയ വികാരമാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ഭരണഘടനയോട്, നമ്മുടെ ഭരണാധികാരികളോട് നമുക്കുള്ള ബഹുമാനമാണ്, റെസ്പെക്റ്റാണ്, ആ ഫീലിങ്ങിനാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ഇപ്പം 3:50 ദേശീയഗാനം ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അത് നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം ജ്ഞാനോദയം ഉണർത്തിവിട്ട 4 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം. 1 സ്വാതന്ത്ര്യം, 2 ജനാധിപത്യം, 3 സമത്വം, 4 ദേശീയത. അപ്പം ജ്ഞാനോദയത്തിലൂടെ ഈ ചിന്തകൾ, ഈ ആശയങ്ങൾ കൂടുതൽ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് പ്രധാനമായിട്ടും ചില വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്.
അങ്ങനെ നടന്ന വിപ്ലവങ്ങളിലെ ഒന്നാമത്തെ വിപ്ലവമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമരം വിപ്ലവമായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മാറുന്നത്? അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തമായ രൂക്ഷമായ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ ഒരുപാട് മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ടാണ് അത് വിപ്ലവമായിട്ട് മാറുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ടാണ് അമേരിക്കൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്? 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം. 18-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ 1-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വർഷം 1 അല്ലേ, 1 മുതൽ 100 വരെ, അതാണ് 1-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം 1701 മുതൽ 1800 വരെയുള്ള 100 വർഷത്തെയാണ് 18-ാം നൂറ്റാണ്ട്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പം 1750 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കയിലെല്ലായിടത്തും മുഴങ്ങിക്കേട്ട അതിശക്തമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിൻ്റെ അന്തസത്ത നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് അമേരിക്കയുടെ രാഷ്ട്രീയ ചിത്രം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ രക്ഷിതാക്കൾ, ഞങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് പല രീതിയിലുള്ള നികുതികൾ കൊടുക്കുന്നുണ്ട്. GST എന്നൊക്കെ പറഞ്ഞിട്ട് പല നികുതികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ നികുതി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റാണ്, നമ്മുടെ പ്രതിനിധികളാണ് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിരുന്നത് അമേരിക്കയിലെ ഗവൺമെൻറ് അല്ല, മറിച്ച് അമേരിക്കയിൽ നിന്നും ഒരുപാട് അകലെയുള്ള ബ്രിട്ടൻ്റെ ഗവൺമെൻറ്റാണ്, ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് അമേരിക്കയിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിരുന്നത്. അതുകൊണ്ട് ഈ നികുതി പിരിവിനെതിരെ അമേരിക്കയിലൂടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ നിരവധി യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങുന്നു. മൈഗ്രേഷൻ ആരംഭിക്കുന്നു. ഈ മൈഗ്രേഷൻ ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അമേരിക്കയിലുള്ള വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടത് പഠിക്കേണ്ട ആവശ്യമില്ല, കേട്ടാൽ മതി. 1492 കൊളംബസ് അമേരിക്കയിലേക്ക് വന്നത് എന്ന കാര്യം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്പാനിഷ് നാവിഗേറ്ററാണ് ക്രിസ്റ്റഫർ കൊളംബസ്. കൊളംബസിന് അമേരിക്കയിലേക്കല്ല, ഇന്ത്യയിലേക്ക് വരാനായിരുന്നു താല്പര്യം. കൊളംബസിന് മാത്രമല്ല, അന്ന് യൂറോപ്പിലുള്ള എല്ലാ നാവികന്മാർക്കും ഇന്ത്യയിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യമാണ്. കാരണം അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് സമ്പൽ സമൃദ്ധമാണ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും നിറഞ്ഞ നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കൊളംബസും കൂട്ടരും 1492 സ്പെയിനിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. യാത്ര ആരംഭിക്കുന്ന സമയത്ത് കൊളംബസ് മനസ്സിലാക്കിയ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 1492 വരെ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം വൻകര ഉള്ളതായിട്ട് യൂറോപ്യന്മാർക്ക് അല്ലെങ്കിൽ ലോകത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് യൂറോപ്പിൽ നിന്നും നേരെ പടിഞ്ഞാറോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിഴക്കുള്ള ഇന്ത്യയിൽ എത്തിച്ചേരുമെന്ന് കൊളംബസും കൂട്ടരും മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യൂറോപ്പിലുള്ള സ്പെയിനിലും പോർച്ചുഗലിലും ഉള്ള ആളുകളെപ്പോലെ വെളുത്ത നിറമുള്ള ആളുകളല്ല, ഒരു ഇരുണ്ട നിറമുള്ള ആളുകളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന കാര്യവും കൊളംബസിനറിയാം. അങ്ങനെ മാസങ്ങളോളം കൊളംബസും കൂട്ടരും അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് എത്തുന്നു. കിഴക്കേ തീരത്തെത്തിയപ്പോൾ കൊളംബസ് കണ്ടത് നേരത്തെ യൂറോപ്പിൽ നിന്നും കേട്ടതുപോലെയല്ല, നല്ല ചുവന്ന് തുടുത്ത ആളുകളെയാണ്. അതുകൊണ്ടാണ് കൊളംബസ് അമേരിക്കയിൽ കണ്ട ആളുകളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചിരുന്നത്. കൊളംബസിനെ തുടർന്ന് മറ്റ് നിരവധി യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയിലേക്ക് യൂറോപ്യന്മാർ വരാനുള്ള കാരണമായിട്ട് മാറുന്നത് ഒന്ന് മതനവീകരണം എന്ന് പറയുന്ന സംഭവമാണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ വളരെ വിശദമായിട്ട് മതനവീകരണ പ്രസ്ഥാനം പഠിച്ചിട്ടുണ്ടാവും. എന്താണ് മതനവീകരണ പ്രസ്ഥാനം? മതനവീകരണം, അതെ, ക്രിസ്തുമതം രണ്ടായി മാറുക, കത്തോലിക്ക, പ്രൊട്ടസ്റ്റൻ്റ് എന്നിങ്ങനെ രണ്ട് വിഭാഗമായി മാറിയ സംഭവത്തെയാണ് മതനവീകരണം എന്ന് പറയുന്നത്. മതനവീകരണത്തിൻ്റെ ഭാഗമായി ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റൻ്റുകാർ, ഇംഗ്ലണ്ടിലുള്ള പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പിലുള്ള തീവ്രവാദികളെയാണ് പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കന്മാരെന്ന് പറയുന്നത്. ഈ തീർത്ഥാടക പിതാക്കന്മാർ കൂട്ടം കൂട്ടമായി അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. അപ്പം നോട്ട് ദ പോയിൻ്റ്, രണ്ട് കാര്യങ്ങളാണ്. അമേരിക്കയിലേക്ക് യൂറോപ്യന്മാർ കുടിയേറി പാർക്കാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, അമേരിക്കയിലുള്ള വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്യുക. രണ്ടാമത്തെ കാര്യം തികച്ചും മതപരമായ ഒരു കാരണമാണ്. അങ്ങനെ അതോടുകൂടിയിട്ട് ഇംഗ്ലീഷുകാർ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് 13 കോളനികൾ സ്ഥാപിക്കുന്നു. 13 ബ്രിട്ടീഷ് കോളനികൾ അഥവാ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിക്കുന്നു. ഈ 13 കോളനികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് കാണുക. ന്യൂ ഹാംഷയർ, മെസാച്യുസെറ്റ്സ്, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്ന് പറയുന്ന 13ഓളം ബ്രിട്ടീഷ് കോളനികൾ ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് സ്ഥാപിക്കുന്നു. എന്താണ് കോളനി? 8ാം ക്ലാസ്സിൽ കോളനിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി എന്താണ് കോളനി? കോളനിക്കുള്ള നിർവചനം എന്താണ്? നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15-ാം തീയതി വരെ നമ്മുടെ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 വരെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക നിയന്ത്രണങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കല്ല, ഇന്ത്യയിലുള്ള ഭരണകൂടങ്ങൾക്കല്ല, മറിച്ച് ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള വേറൊരു രാജ്യം കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോളനി എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയിൽ 13 കോളനികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു. ഈ 13 കോളനികൾ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടീഷുകാരോട് നടത്തിയിട്ടുള്ള ഐതിഹാസികം എന്ന് തന്നെ വിളിക്കാവുന്ന സമരത്തെയാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ വിപ്ലവത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ മാതൃരാജ്യം ഈ അമേരിക്കൻ കോളനികളെ കണ്ടിരുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് അവരുടെ വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കലവറ. മറ്റൊന്ന്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ്. ഈ 2 രീതിയിലാണ് അമേരിക്കൻ കോളനിക്കാരെ ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. ഇതിനുവേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു കൂട്ടം നിയമങ്ങൾ പാസ്സാക്കുന്നു. ആ നിയമങ്ങളെയാണ് മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ, മെർക്കൻലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പം ഈ വർഷം 2020 മാർച്ചിലുള്ള SLC പബ്ലിക് എക്സാമിന് essay ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഈ മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ മെർക്കൻലിസ്റ്റ് ലോസ്? ഉത്തരം വളരെ സിമ്പിളാണ്. അമേരിക്കയിലുള്ള വ്യാപാര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന
ഒരു കൂട്ടം നിയമങ്ങളെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ടെക്സ്റ്റിൽ 5 മെർക്കന്റിലിസ്റ്റ് ലോസ് ആണ് പറയുന്നത്. ഈ 5 എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ടെക്സ്റ്റിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കൻ കോളനികളിലേക്കോ അമേരിക്കൻ കോളനികളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒന്നുകിൽ ബ്രിട്ടീഷുകാരൻ്റെ കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ അമേരിക്കൻ കോളനിക്കാർ നിർമ്മിച്ച കപ്പലുകൾ മാത്രം ഉപയോഗിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമത്തെ പോയിൻ്റ് ടെക്സ്റ്റ് നോക്കുക. അമേരിക്കൻ കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഈ 4 സാധനങ്ങൾ ബ്രിട്ടനിലേക്ക് മാത്രം കയറ്റി അയക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളും മറ്റ് യൂറോപ്യന്മാർക്ക് വിൽക്കാൻ പാടില്ല എന്നാണ് ഈ മെർക്കന്റിലിസ്റ്റ് ലോയിലൂടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അമേരിക്കൻ കോളനികളിലുള്ള നിയമപരമായ രേഖകൾ, ന്യൂസ് പേപ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, മറ്റ് ലഘുലേഖകൾ, ഇതിൻ്റെ മേലൊക്കെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു സ്റ്റാമ്പ് പതിപ്പിക്കുക. അതാണ് ഈ സ്റ്റാമ്പ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാമ്പ് നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമാണ്. 20 ഷെല്ലിംഗ് എന്ന് പറയും. നമുക്കറിയാം, അന്ന് ബ്രിട്ടീഷുകാരൻ്റെ കറൻസിയാണ് പൗണ്ട് എന്ന് പറയുന്നത്. ആ പൗണ്ടിൻ്റെ സബ് ഡിവിഷനാണ് ഈ ഷെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കറൻസി ഏതാണ്? അതെ, റുപ്പീസ്. അപ്പോൾ ഈ റുപ്പീസിൻ്റെ സബ് ഡിവിഷനാണ് പൈസ എന്ന് പറയുന്ന സാധനം, ചെറുതാണ് പൈസ. അതുപോലെ 20 ഷെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചെറിയൊരു പൈസയാണ്. പക്ഷേ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് മേലുള്ള ഒരു നിയന്ത്രണമാണ് ഈ സ്റ്റാമ്പ് ആക്ട്. അതുകൊണ്ട് അമേരിക്കയിലെ കോളനിക്കാർ പ്രതികരിക്കാൻ തയ്യാറാവുന്നു. നാലാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കുക. അമേരിക്കൻ കോളനികളിലുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാർക്കും വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും അമേരിക്കക്കാർ തന്നെ ഉറപ്പുവരുത്തുക. അതായത് അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്നും ഒരുപാട് പട്ടാളം അമേരിക്കയിൽ ഉണ്ട്. ഈ പട്ടാളക്കാരുടെ ഭക്ഷണവും താമസ സൗകര്യങ്ങളും അമേരിക്കൻ കോളനിക്കാർ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയുന്നു. ഇതാണ് നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് ലോസ്. അഞ്ചാമതായിട്ട്, അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് തേയില, കടലാസ്, ഗ്ലാസ് എന്നീ ഉൽപ്പന്നങ്ങളുടെ മേലെ ഒരു പുതിയ ഇറക്കുമതി ചുങ്കം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചുമത്തുന്നു. ഇങ്ങനെ പുതിയ നികുതി ചുമത്തുമ്പോൾ സ്വാഭാവികമായും ഈ സാധനങ്ങളുടെ കടലാസിൻ്റെയും ഗ്ലാസിൻ്റെയും തേയിലയുടെയും വില വർദ്ധിക്കുന്നു. അപ്പോൾ ഈ 5 കാരണങ്ങളാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇതാണ് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മറ്റൊരു കാരണമായി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ബോസ്റ്റൺ തേയില സൽക്കാരം, ബോസ്റ്റൺ ടീ പാർട്ടി. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിന് അതും നിങ്ങൾക്ക് പഠിക്കേണ്ട, അതും എക്സ്ട്രാ റീഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് കേൾക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, 1773 ഡിസംബർ മാസം അമേരിക്കയിലുള്ള ബോസ്റ്റൺ തുറമുഖത്ത് ഒരു കൂട്ടം സമരക്കാർ റെഡ് ഇന്ത്യക്കാരുടെ വേഷമണിഞ്ഞുകൊണ്ട് കപ്പലിലേക്ക് കയറുന്നു. റെഡ് ഇന്ത്യക്കാരുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്തിരുന്നത് ഈ റെഡ് ഇന്ത്യൻസ്. അവർക്ക് പ്രത്യേക യൂണിഫോമുണ്ട്. ആ വേഷം ധരിച്ചുകൊണ്ട് അമേരിക്കയിലെ സമരക്കാർ ഈ തുറമുഖത്തുള്ള കപ്പലിൽ, നങ്കൂരമിട്ട കപ്പലിൽ കയറുകയും കപ്പലിൽ നിന്ന് 342 ബോക്സ് തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുന്നു. ആ സംഭവത്തെയാണ് ബോസ്റ്റൺ തേയില സൽക്കാരം അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായ മറ്റൊരു സംഭവമാണ്. മറ്റൊരു പ്രചോദനം എന്ന് പറയുന്നത് ആ സമയത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ചിന്തകന്മാരും എഴുത്തുകാരുടെയും സംഭാവനയാണ്. അമേരിക്കയിൽ നിരവധി എഴുത്തുകാരും ചിന്തകന്മാരും ഉണ്ടായിരുന്നു. ഇവരുടെ വാക്കുകൾ, ആശയങ്ങൾ
അമേരിക്കയിലെ ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുകയും അത് വിപ്ലവത്തിന് കാരണമായി മാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചിന്തകന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഒന്ന് ജോൺ ലോക്ക്. ശ്രദ്ധിക്കുക, ഏതൊരു മനുഷ്യനും നിരവധി മൗലിക അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശങ്ങൾ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. അതാണ് ജോൺ ലോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മൗലിക അവകാശങ്ങൾ നമുക്ക് ഏറെ പരിചയമുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഒരു കൂട്ടം മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട്. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, നല്ല ആരോഗ്യം നേടാനുള്ള അവകാശം, ഇതൊക്കെ മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമതായിട്ട് തോമസ് പെയിൻ. തോമസ് പെയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ടെക്സ്റ്റിൽ പരിശോധിക്കുക. ഒരു വിദേശ ശക്തിക്ക്, ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ അമേരിക്ക വൻകര ഒരു നീണ്ട കാലത്തേക്ക് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഈ 2 ചിന്തകന്മാരുടെയും ആശയങ്ങൾ, വാക്കുകൾ അമേരിക്കയിലുള്ള 13 കോളനിക്കാരെയും ആകർഷിക്കുകയും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്നാമതായിട്ട് 1774 ഫിലാഡൽഫിയയിലുള്ള 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ മുഴുവൻ കോളനികൾ എന്ന് പറയുമ്പോൾ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളിലെ പ്രതിനിധികളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജോർജിയ പങ്കെടുത്തില്ല. കാരണം ആ സമയത്ത് ജോർജിയയിൽ നിരവധി രാഷ്ട്രീയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ജോർജിയ പങ്കെടുത്തില്ല. മറ്റ് 12 കോളനികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം നീണ്ടുപോയി. നിരവധി ചർച്ചകൾ നടന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ ആ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള രാജാവിന് ഒരു പെറ്റീഷൻ, ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആ നിവേദനത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. അമേരിക്കൻ കോളനികളിലുള്ള വ്യാപാര വാണിജ്യ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷുകാർക്ക് യാതൊരുവിധ അവകാശവുമില്ല. രണ്ടാമത്തെ കാര്യം ടെക്സ്റ്റിൽ നിന്ന് കാണാൻ സാധിക്കും, അമേരിക്കയിലുള്ള ജനങ്ങളുടെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ നികുതി പിരിച്ചെടുക്കാൻ അവകാശമില്ല. ഈ 2 കാര്യങ്ങളാണ് ഈ നിവേദനത്തിൽ ഉന്നയിച്ചിരുന്നത്. ഈ നിവേദനം ഇംഗ്ലണ്ടിലുള്ള രാജാവിന് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും രാജാവ് എന്താണ് ചെയ്യുക? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? യാതൊരു സംശയവുമില്ല, രാജാവ് ഈ നിവേദനം തള്ളിക്കളയുകയും മാത്രമല്ല ഒരു സൈന്യത്തെ അമേരിക്കയിലേക്ക് അയക്കുകയും ഈ ഒരു സംരംഭത്തെ അടിച്ചമർത്തുകയാണ് ഇംഗ്ലണ്ടിലെ രാജാവ് ചെയ്തത്. തുടർന്ന് തൊട്ടടുത്ത വർഷം 1775 ഫിലാഡൽഫിയയിൽ രണ്ടാമതും അമേരിക്കയിലുള്ള 13 കോളനികളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതാണ് 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലും 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തീരുമാനിക്കപ്പെടുന്നത്. ഒന്ന്, ജോർജ് വാഷിങ്ടൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരാണ് ജോർജ് വാഷിങ്ടൺ? അമേരിക്കയുടെ 1-ാമത്തെ പ്രസിഡൻ്റാണ് ജോർജ് വാഷിങ്ടൺ. അപ്പോൾ ഈ ജോർജ് വാഷിങ്ടനെ അമേരിക്കൻ കോളനിക്കാർ അവരുടെ സർവ്വസൈന്യാധിപനായി അംഗീകരിക്കുന്നത്, നിയമിക്കുന്നത് ഈ 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലൂടെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസ്സിൽ വെച്ചിട്ട് കോമൺ സെൻസ് എന്ന പേരിൽ ഒരു ലഘു പത്രിക പുറപ്പെടുവിക്കുന്നു. ഈ കോമൺ സെൻസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് പെയിൻ എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട ചിന്തകനാണ്. ഈ കോമൺ സെൻസിലൂടെ തോമസ് പെയിൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ തോമസ് പെയിൻ പറയുന്നു,
അമേരിക്കക്കാർക്ക് അഭികാമ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള എല്ലാ വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് അമേരിക്കയ്ക്ക് ഗുണകരമായ തീരുമാനം എന്നാണ് ഈ പാംലെറ്റിലൂടെ തോമസ് പെയിൻ മുന്നോട്ട് വെച്ചത്. തുടർന്ന് 1776 വീണ്ടും 13 കോളനികളിൽ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുന്നു. അതാണ് തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്ക അതിൻ്റെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യം സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു. 1776 ജൂലൈ മാസം 4-ാം തീയതി അമേരിക്ക അതിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1783 മാത്രമാണ്. പക്ഷേ 1776 മുതൽ തന്നെ അമേരിക്ക സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഇതുപോലൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എപ്പോഴാണ്? അതെ, ഓഗസ്റ്റ് 15, 1947. എന്നാൽ 1930 മുതൽ ജനുവരി 26 നമ്മൾ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. നമ്മളിനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു പോകാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് 1775 മുതൽ 1781 വരെയാണ്. ഒരു ഭാഗത്ത് അമേരിക്കൻ കോളനിയുടെ സൈന്യം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനിക്കാരുടെ സൈന്യം, എതിർഭാഗത്ത് അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടീഷുകാരുടെ സൈന്യം. രണ്ട് സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ 1781 ബ്രിട്ടീഷുകാരുടെ സൈന്യം അമേരിക്കൻ സൈന്യാധിപൻ ജോർജ് വാഷിങ്ടൻ്റെ മുന്നിൽ കീഴടങ്ങുന്നു. അതോടുകൂടിയിട്ട് ഈ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നു, ഈ പോരാട്ടം അവസാനിക്കുന്നു. തുടർന്ന് 1783 പാരീസിൽ വെച്ച് നടന്ന സമാധാന സമ്മേളനത്തെ തുടർന്ന് രൂപപ്പെട്ടു വന്ന പാരീസ് ഉടമ്പടിയിലൂടെ അമേരിക്കയിലുള്ള 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിക്കുന്നു. തുടർന്ന് മറ്റൊരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടി അമേരിക്കയിൽ നടക്കുന്നു. ജെയിംസ് മാഡിസൻ്റെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം നടന്നത്. ജെയിംസ് മാഡിസൺ പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായ ആൾ കൂടിയാണ്. ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു പുതിയ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. അങ്ങനെ സ്വതന്ത്രമായ അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടനെ നിയമിക്കുന്നു. ഈ ടോപ്പിക്കിൻ്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ 4 പോയിൻ്റ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒന്നാമതായിട്ട്, പിൽക്കാലത്ത് ലോകത്ത് നടന്ന വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും വലിയൊരു ഇൻസ്പിരേഷൻ, പ്രചോദനമായിരുന്നു അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതെ, പിന്നീട് ലോകത്ത് നടന്ന പല സമരങ്ങൾക്കും പല പോരാട്ടങ്ങൾക്കും വലിയൊരു പ്രചോദനമായി മാറി ഈ അമേരിക്കൻ വിപ്ലവം. രണ്ടാമത്തെ കാര്യം, ലോകത്താദ്യമായിട്ട് ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന് രൂപം കൊടുക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്, അമേരിക്കൻ വിപ്ലവമാണ്. എന്താണ് റിപ്പബ്ലിക്കൻ ഭരണകൂടം? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്ക് കൂടിയാണ്. അമേരിക്ക ജനാധിപത്യ രാജ്യമാണ്, അമേരിക്ക റിപ്പബ്ലിക്കാണ്. അതേ സമയത്ത് ഇംഗ്ലണ്ട് ജനാധിപത്യ രാജ്യമാണ്, പക്ഷേ അതൊരു റിപ്പബ്ലിക്കല്ല. റിപ്പബ്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ സംവിധാനത്തിൻ്റെ ഹെഡ് ഓഫ് അതോറിറ്റി, പ്രസിഡൻറ്റ്, ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെട്ട ആളാവുന്ന ഭരണ സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക്ക് എന്ന് പറയുന്നത്. ഈ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം ലോകത്ത് രൂപപ്പെട്ടു വരുന്നത് അമേരിക്കൻ വിപ്ലവത്തിലൂടെയാണ്. മൂന്നാമത്തെ കാര്യം, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഒരു ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കക്കാരാണ്. നാലാമതായിട്ട്, ഫെഡറൽ ഭരണ സംവിധാനം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഫെഡറൽ ഭരണ സംവിധാനം ലോകത്ത് രൂപപ്പെട്ടു വരുന്നതും അമേരിക്കൻ വിപ്ലവത്തിലൂടെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. ഇതോടുകൂടിയിട്ട് അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ്.